ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീട് താമസം മാറിയ വീഡിയോ ഇട്ടിരുന്നു. അപ്പം നമ്മളിവിടെ വന്ന് വീട്ടിലെ വിശേഷങ്ങളൊന്നും വീഡിയോ ആക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ചെടിച്ചട്ടിയിലായതുകൊണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. എരിക്കൊക്കെ ഉണ്ട്. നമ്മളെ വീട് സെറ്റൊക്കെ ആക്കി ഒരുവിധം ഒതുക്കി പറക്കിയൊക്കെ എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇന്നെന്നാ അങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ ഈ പൂവിനെ പട്ടത്തിപ്പൂ എന്നൊക്കെ പറയുമായിരുന്നു. ഈ പൂവ് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ പേരറിയായിരുന്നു, മറന്നുപോയി. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ വെള്ളപ്പൂവൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളപ്പൂവ് അധികം കാണുന്നില്ല. നമ്മുടെ റോഡിന് ഓപ്പോസിറ്റുള്ള വീടാണ്. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് പുല്ലായിരുന്നു. അപ്പോൾ ആ വളവിൽ നിന്ന് വണ്ടി വന്നാൽ കാണില്ലായിരുന്നു. അതുകൊണ്ട് പുല്ലൊക്കെ കളഞ്ഞു. തുളസിക്കൊന്നും ഒരു പഞ്ഞമില്ല. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. മൈലാഞ്ചിയുണ്ട്. മൈലാഞ്ചി ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. ഇന്നവിടെ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ച് തെയ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ മിറ്റമൊക്കെ അടിച്ച് സെറ്റാക്കി കേട്ടോ. പിന്നെ ഇറയോ വീടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കി. ക്ലീനിങ് വർക്കുകളായിരുന്നു കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. തയ്യൽ മെഷീൻ തൽക്കാലം ഇവിടെ ഇട്ടു. ടി വി ആ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചു കേട്ടോ. അവിടെ ഒതുങ്ങിയിരുന്നോളൂ. നമുക്ക് മറ്റേ വീട്ടിലായിരുന്നപ്പം ഇതെല്ലാം വെക്കാനായിട്ട് ഷെൽഫുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം ഷെൽഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള. ചെറിയൊരു അടുക്കളയാണ്. അടുക്കളയുടെ വെൻറ്റിലേഷനയുടെ പുറത്തോട്ട് നോക്കിയാൽ അവിടെയും റോഡാണ് കേട്ടോ. രാവിലെ ചോറും കറിയൊക്കെ വെച്ചു. ഈ തട്ട് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കെപ്പോഴും ഇങ്ങനെ ഈ ചെറിയ ഇതാണ് കേട്ടോ നമ്മൾ. പിന്നെ അടുക്കളയിൽ ഇങ്ങനെ വയ്ക്കാനൊരു ഷെൽഫുണ്ട് കേട്ടോ. അടുക്കളയിൽ ടിന്നുകളും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു ഷെൽഫുണ്ട്. നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ അവിടെ അടുക്കി വെച്ചു. ബാക്കിയൊക്കെ ഇന്ന് സൈഡിൽ കൂടെ ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ നിലവിലൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് തണുത്ത വെള്ളം സെറ്റാക്കാൻ വെക്കണം. ഇതാണ് വീടിന് നമ്മൾ പുറകുവശത്ത് വന്നാൽ അവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ വീടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ പാലെടുത്തൊഴിക്കുന്ന ബാരൽ ഇത്തവണ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നേരത്തെ തോട്ടത്തിലായിരുന്നു. അവിടെ ആനശല്യമൊക്കെ കാരണം നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു കേട്ടോ. നമുക്കിവിടെ പൈപ്പ് വെള്ളമാണ് കേട്ടോ. ജലനിധിയുടെ കണക്ഷനുണ്ട്. ഇതാ നമ്മൾ മറ്റേ വീട്ടിലുണ്ടായിരുന്നപ്പം നമ്മുടെ ചെടികളൊക്കെ എല്ലാം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ടാണ്. എപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് ചെടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. ഇതാ ബസ് പോകുന്നു. നമ്മൾ അലമാരി അടുക്കലായിരുന്നു കേട്ടോ ഏറ്റവും വലിയ പണി. ഡ്രസ്സ് അടുക്കൽ. കഴിഞ്ഞ ദിവസം ഡ്രസ്സെല്ലാം വാരി വലിച്ച് പുറത്തിട്ടിട്ട് ഓരോന്നായിട്ട് അടുക്കി അലമാരിയിൽ വെച്ചു കേട്ടോ. എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു. എല്ലാം അടുക്കി മടക്കി വെച്ചു. ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ കൊല്ലവും നമ്മൾ ആനക്കമ്പത്തിൻ്റെ കലണ്ടർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കൊല്ലം ഇത്തിരി വലിയ കലണ്ടറാണ്. 2 കലണ്ടർ ഇവിടെ ഉണ്ട്. നമ്മൾ കൃഷ്ണനും നിലവിളക്കൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. സ്ഥലപരിമിതി മൂലമാണ് ഓരോ സ്ഥലത്തോടെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ.
ഇന്ന് തെയ്യം ഉണ്ടായിരുന്നു. തെയ്യം നടന്നു പോയി. മകരച്ചുവ ഉത്സവമാണ്. തെയ്യം എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് റോഡിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ പോകുന്നത്. ചേച്ചി അവിടെ നിന്ന് തെയ്യൊക്കെ കുത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അപ്പം ലാസ്റ്റ് കാല് ബസ് വന്നു. ബസ് ഇതാ ഇവിടെ ആട്ടോ ഒതുക്കിയിരുന്നത്. ഇവിടെ വരെ ഉള്ളൂ ലാസ്റ്റ് ബസ്. പിന്നെ ബസ് അവിടെ ഒതുക്കിയിടും. നാളെ രാവിലെ അടുത്ത ട്രിപ്പ് തുടങ്ങും. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ, പുതിയ വീട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.